ഹായ്, നമസ്കാരം. റേക്കി സ്പിരിച്വാലിറ്റി ആൻഡ് ഹീലിംഗിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു റീഡിംഗ് എടുക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അങ്ങനെ 3 പേരുടെയും സിറ്റുവേഷൻ, കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജിയുടെ കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന റീഡിങ്ങും തരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ, അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേഴ്സൺ, അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ നോക്കുന്നത്. ഫസ്റ്റ് എടുക്കുന്നത് ആ ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്താണെന്നാണ് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ല നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ആദ്യം നോക്കുന്നത്. കോൾ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർ, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്തൊക്കെയാണ് നോക്കുന്നത്. 10 of Wands, സ്ട്രെങ്ത്. ഒരു കാർഡ് എടുക്കാം, 5 കാർഡ് വെച്ച് എടുക്കാം. 3 പേരുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറണ്ട് ഫീലിംഗ് എന്താ നോക്കാം. ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വെക്കുവാണ്. ഓ സോറി, ഇതിപ്പോൾ ഇങ്ങനെ വെക്കുവാണ്. സ്റ്റാറാണ്, അത് കണ്ടാൽ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇനി അടുത്ത് എടുക്കുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്. ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജിയാണ്. ഇനി നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കുന്നേ. എല്ലാം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് നോക്കാം 3 പേരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. ഓക്കെ, ഡബിളാണ് ആദ്യത്തെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി. 6 of Swords, Ten of Cups, Two of Swords, എംപററും വന്നിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താ നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ, അതിപ്പോൾ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ റിലേഷനിലുള്ള, ഇപ്പോൾ ആരും ആവാം. ചിലപ്പോൾ അമ്മയാവും, പെങ്ങളാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ചേട്ടനോ അനിയനോ, അങ്ങനെ ആരാണോ ഈ റിലേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, എതിർത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയാവാം. അതിപ്പം വേറെ റിലേഷനുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട, ആരും അങ്ങനെ ചിന്തിക്കേണ്ട. ഉള്ളവർക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെ ഉള്ളവർ അങ്ങനെ ചിന്തിക്കുക. അല്ലാത്തവർ, അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലോ നിങ്ങളുടെ റിലേഷനിൽ കൂടുതലും എതിർത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. ഓക്കെ, കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഞാനിത് എങ്ങനെയാണ് വെക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് വെക്കട്ടെ, ഇവിടെ വെക്കാം. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഇങ്ങനെ താഴോട്ട് വിട്ട് വെക്കാം. കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് ആദ്യം. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ ആണേ, അതെങ്ങനെ മാറ്റി വെക്കുന്നത് തെറ്റിപ്പോണ്ട അങ്ങോട്ട് എല്ലാവരുടെയും കൂടെ. അതുകൊണ്ട് 5 of Cups,
ഓക്കെ, 6 of Cups. ഇത്രയാണ് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ. ഇത്രയാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം അവരുടെ എനർജി, നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഞാൻ പറയാം. ഫൂളാണ് ആദ്യം വന്നിരിക്കുന്നത്. എന്തായാലും ഒരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നു, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടിന് വേണ്ടി ആൾ വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളുമായിട്ടുള്ളത്. കാരണം ഈ കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു വ്യക്തി പുതിയൊരു തുടക്കം. കാരണം നിങ്ങളെക്കാട്ടി കൂടുതൽ പ്രാധാന്യം ആ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്ത് പോയി കാണണം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കമാണ് ആളുടെ മനസ്സിലിപ്പം തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇടയിലുള്ള പിണക്കങ്ങളെല്ലാം മാറ്റി, നിങ്ങളുടെ ആ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അത് പറഞ്ഞ് ക്ലിയർ ചെയ്യുമല്ലോ നമ്മൾ, എന്താണ് പറ്റിയത്, അതെന്താണ് ഇഷ്യൂ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് ഒന്നിച്ച് പോകണം. അപ്പോൾ ഇതുവരെ എങ്ങനെ ഉള്ള സിറ്റുവേഷനോട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്നെല്ലാം മാറി ഇനി അങ്ങോട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അവരുടെ പാസ്റ്റിലെ എന്തൊക്കെയാണോ ഉള്ളിലുള്ള വേദനകൾ അതൊക്കെ ഹീൽ ചെയ്ത് ആ ഒരു വ്യക്തി ഇപ്പം നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുവാണ്. അതാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. 10 of Wands വന്നിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം അവർ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രഗിളെല്ലാം ഒന്ന് എൻഡ് ആക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എൻഡ് ആവുകയാണ്. അപ്പോൾ ഇനി അതിനു വേണ്ടിയിട്ടാണ് ഒരു പുതിയ തുടക്കം. ആ ബോളും വന്നിരിക്കുന്നത് എങ്ങനെയാണ്, 10 of Wands വന്നിരിക്കുന്നത് അതാണ്. അപ്പം ഈ ഒരു സ്ട്രഗിൾ എല്ലാം ഒന്ന് എൻഡ് ആക്കിയിട്ട് പുതിയൊരു തുടക്കമാണ്. അത് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. പിന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളും ആ ഒരു വ്യക്തിയോടുള്ള റിലേഷൻ അത്രമാത്രം അത്ര ഒരു ബോണ്ടുള്ള റിലേഷനാണ് നിങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാനോ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനോ ആളിന് നിങ്ങളില്ലാതെ ഒരു ജീവിതവും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷന് അത്രമാത്രം ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഏസ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പുതിയ തുടക്കമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസ്, ബൂള്, 10 of Wands ഇത്രയും വന്നേക്കുന്നത് തന്നെ പുതിയ തുടക്കത്തിൻ്റെ ആഗ്രഹമാണ് കാണിക്കുന്നത്. സ്റ്റാറും വന്നിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് ക്ഷമ ചോദിച്ചായാലും അല്ലെങ്കിൽ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ഒരു പുതിയ തുടക്കത്തിന് തന്നെ ആ ഒരു വ്യക്തി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്ലാൻ ചെയ്യുവാണ്. എങ്ങനെയാണ് ഇതെല്ലാം മാറ്റി, ഈ ഒരു സിറ്റുവേഷൻ മാറ്റി വീണ്ടും ഒന്നിക്കുന്നത്, മുമ്പോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലെ ചിന്ത. അപ്പോൾ ഇതാണ് ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിന്ത. ഇനി അടുത്തത് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇതിങ്ങനെ മാറ്റാം, കാരണം എല്ലാം കൂടി ഇരുന്നിട്ട് സ്ഥലമില്ല. അപ്പം ഇത്രയും ആ പേഴ്സൻ്റെ എനർജി ആയിരുന്നു. ഇനി അടുത്തത് നിങ്ങളുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡബിൾ കാർഡ് വന്നേക്കുന്നത് തന്നെ ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ തന്നെ അവസാനിച്ച് നിങ്ങളതിൽ നിന്ന് മാറിപ്പോയേക്കുവാണ്. അത് ഡബിൾ കാർഡ് വന്നിരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കാരണം, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളുടെ ഒരു പേഴ്സൺ മുമ്പോട്ട് പോകുന്ന കണ്ടിട്ട് നിങ്ങൾ അതിൽ ആ ഒരു വ്യക്തിക്കുള്ള കൂടുതൽ അട്രാക്ഷനോ അഡിക്ഷനോ കണ്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ചാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിങ്ങൾ മാറിപ്പോയേക്കുന്നു. മുമ്പോട്ടല്ല, മാറിപ്പോയേക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറിപ്പോയേക്കുന്നു എന്നാണ് ഡബിൾ എനർജി വന്നിരിക്കുന്നത്. അപ്പം തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്നേഹവും അട്രാക്ഷനും ഒക്കെ തോന്നി നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണോ അങ്ങോട്ട് കൂടുതൽ ചായ്വ് വന്നത് അതോടെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രമാത്രം വേദനയിലൂടെയാണ് കടന്നുപോയി, നിങ്ങൾ അതിൽ നിന്ന് മാറിപ്പോയി. അതാണ് ഡബിൾ കാർഡ് വന്നത്. പക്ഷേ 6 of Swords വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമാണ്
തിരിച്ചു കിട്ടിയത്. നിങ്ങൾ അത്രമാത്രം പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെ കടന്നു പോയി കാണും, ഈ ഒരു വേദന താങ്ങാൻ പറ്റാതെ. അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നിങ്ങളതിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, ഈ ഒരു നെഗറ്റീവിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവുമാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്. 10 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം നിങ്ങൾ നല്ലൊരു സന്തോഷത്തിലാണ് എപ്പോഴും ഇരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസും ഒക്കെ കൂടി. കാരണം ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ മാറിയപ്പോൾ തന്നെ, കാരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കൂടി നല്ല രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്, സന്തോഷമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു 2 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ സ്ട്രഗിൾ വന്നാലും ഇനി ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് നിങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു റീസൺ കാരണം. അപ്പം ഇനിയിപ്പോൾ എന്ത് ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടെന്നൊരു തോന്നൽ ഇത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനാണ് ഈ പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു എനർജിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു, ഒരുപാട് എൻജോയ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ത് കാര്യങ്ങൾ വന്നാലും അതിനൊക്കെ ഫേസ് ചെയ്യാൻ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എംപററും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം എന്തായാലും ആ ഒരു വ്യക്തി ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉള്ളൊരു വ്യക്തിയാണ്, തിരിച്ചു വരും. അപ്പം എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ആ ഒരു വ്യക്തിനെ സഹിച്ചിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്നായാലും മനസ്സിലാക്കി തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ സമയം ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുമായിട്ട് ഒന്നിച്ചു പോകാനും. നല്ലൊരു ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നിങ്ങളെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. നിങ്ങളാണ് എന്നും ജീവിതത്തിൽ കൂടുതലും നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ കൂടെ എന്നും വേണ്ടത് ഉള്ളതെന്നൊക്കെ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഇറങ്ങി തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു സമാധാനം കിട്ടുന്നുണ്ട്, കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ എംപറർ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പവറിൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കാൻ സാധിക്കും ധൈര്യമായിട്ട്. ഒന്നിനും ഒരു ഭയമില്ല. നിങ്ങൾക്ക് അറിയാം എന്തായാലും ആ ഒരു വ്യക്തി എന്നായാലും തിരിച്ചു വരും. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ബന്ധമല്ല നിങ്ങളുടെ എന്ന് തന്നെ മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു കോൺഫിഡൻസിലിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ എനർജി. ഇനി നമുക്ക് തേർഡ് പാർട്ടിയുടെ ഒന്ന് നോക്കാം എന്താണെന്ന്. തേർഡ് പാർട്ടിയുടെ ഇതാണ്. സോറി കേട്ടോ, ഇങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കിയത്. സ്ഥലമില്ലാന്ന് വെച്ചാൽ മൊബൈലിൽ ഇത് കൊള്ളണ്ടില്ല. അപ്പം തേർഡ് പാർട്ടിയുടെ വന്നിരിക്കുന്നത് 4 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്പ്, ഹെർമിറ്റ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ അവരായാലും നിങ്ങളുടെ ഒരു പേഴ്സൺ ആയാലും ഈ ഒരു റിലേഷനിൽ ഒരു സ്റ്റക്കായ അവസ്ഥയാണ്, ഒരു പെട്ടുപോയ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് നിരാശയോടെ ഇരിക്കുന്നവർ ഈ ഒരു റിലേഷനിൽ. ഇത് വേണ്ടായിരുന്നു തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ തേർഡ് പാർട്ടി കൂടുതലും ആ ഒരു വ്യക്തി പറയുന്ന പോലെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ആ ഒരു വ്യക്തി ആയിരിക്കും ഡിസിഷൻ എടുക്കുന്നതും എല്ലാം. അവരുടെ നിങ്ങൾ വിട്ടുപോയെന്ന് കണ്ടപ്പോൾ തന്നെ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയി കാണും ഇവരുടെ അടുത്ത്. അവർ പിടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുകയും ഈ വ്യക്തിയെ മുമ്പോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരെ അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളങ്ങനെ ആയിരുന്നു കാണത്തില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ തന്നെ ഫാമിലിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് സ്നേഹത്തോടായിരുന്നാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി എടുത്തൊന്നും ഇങ്ങനെയൊന്നും അല്ല. ആൾ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് നിരാശയിൽ ഒരു നഷ്ടബോധത്തിലാണ് ഇരിക്കുന്നത്. എന്താണ് ഈ ഒരു തീരുമാനം എടുത്തത് ആളുടെ സന്തോഷം ആണല്ലോ നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആളുടെ നല്ലൊരു ലൈഫാണല്ലോ നഷ്ടപ്പെടുത്തിയെന്നുള്ള ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അവിടെ. അപ്പം ഈ തേർഡ് പാർട്ടി എടുത്ത് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും ആ ഒരു 6 ഓഫ് കപ്സ് വന്നേക്കുന്നത്
തേർഡ് പാർട്ടി എന്നുള്ള ഈ ഒരു ഒറ്റപ്പെടലും ഒക്കെ അനുഭവിച്ച് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഒരു പാസ്റ്റിലെ ഓർമ്മകളിൽ ആൾ മുഴുവനായിട്ടിരിക്കുകയാണ്. അപ്പോൾ തേർഡ് പാർട്ടി കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ആളിന് അവിടെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആളുടെ തെറ്റുകൾ മനസ്സിലാക്കി, എന്താണ് ആൾ നഷ്ടപ്പെടുത്തിയ ആളുടെ ജീവിതത്തിൽ നിന്ന് അത് മനസ്സിലാക്കി ആൾ പാസ്റ്റിലെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നല്ല ഓർമ്മകളിലൊക്കെ ഇരിക്കുകയാണ്, സ്നേഹത്തോടെ തന്നെ. എന്തായാലും തേർഡ് പാർട്ടിയിലൊരു ആൾ ഒട്ടും ഓക്കെ അല്ല. കാരണം ഇതാണ് 4 ഓഫ് സോഴ്സ് വന്നേക്കുന്നുണ്ട്. ഒരു പെട്ടുപോയ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ ഒട്ടും സന്തോഷമില്ല ആളിന്. അവരോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അവിടെ തുടരുവാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് മാത്രം തേർഡ് പാർട്ടി അടുത്ത് തുടരുവാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉള്ള സിറ്റുവേഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മക്കളെ. താങ്ക് യു.